പണത്തിന്റെ കൊഴുപ്പാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി മൊയലാളി, സ്വർണ്ണ തളിയുള്ള ആൾ തൃശ്ശൂരിൽ. എല്ലാം മൊയലാളിമാരാ. തിരുവനന്തപുരത്ത് താമസിക്കുന്ന മൊയലാളിക്ക് എത്ര പൈസ ഉണ്ടെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ അറിയാം. സ്വർണ്ണ തളിക കൊടുക്കുന്നവർ, സ്വർണ്ണ കിരീടം കൊടുക്കുന്നവർ, അങ്ങനെ 3.5 കോടി രൂപ വരെയുള്ള പോർഷെ കാറിൽ ജനങ്ങളെ കാണാൻ വരുന്ന രാഷ്ട്രീയ നേതാക്കൾ, തുറന്ന പോർഷെ കാറിൽ 3.5 കോടി വരെയുള്ള വണ്ടിയുടെ മുകളിൽ കൈവീശി വരുന്ന ആളുകളാണ് കേരളത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ BJPയുടെ പണക്കൊഴുപ്പിന്റെ ഉദാഹരണം. പത്തനാപുരം MLA-യും കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ KV ഗണേഷ് കുമാറിന്റെ ഈ പ്രസംഗം കേട്ടാൽ തോന്നും കയ്യിൽ പണമുള്ളവരൊന്നും ഇതിനു മുമ്പ് ഇലക്ഷന് മത്സരിച്ചിട്ടില്ല എന്ന്. 3.5 കോടി രൂപയുടെ പോർഷെ കാറിൽ വന്ന സുരേഷ് ഗോപിയെയും സ്വന്തമായി സ്വർണ്ണത്തളികയുണ്ട് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ മൊയലാളി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് KV ഗണേഷ് കുമാർ അവഹേളിക്കുന്നത്. KV ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, എന്ന് മുതലാണ് താങ്കൾക്ക് പണമുള്ളവരോട് ഇത്ര പുച്ഛം തോന്നിയത്? ഞങ്ങളുടെ അറിവിൽ കീഴൂട്ട് ബാലകൃഷ്ണപിള്ളയുടെ മകൻ KV ഗണേഷ് കുമാർ എന്ന പത്തനാപുരത്തിന്റെ MLA പട്ടിണി പാവമൊന്നും ആയിരുന്നില്ല, ചെറ്റക്കുടലിലെ മാണിക്യമായിരുന്നില്ല, ഉടുക്കാൻ വകയില്ലാത്ത വീട്ടിലെ ആയിരുന്നില്ല, ഉണ്ണാൻ വകയില്ലാത്ത വീട്ടിലെ ആയിരുന്നില്ല. വാളകത്തുള്ള കീഴൂട്ട് തറവാട്ടിലെ തലയപ്പൊക്കം പോലെ 2 ആനകളുള്ള തറവാടാണ് കീഴൂട്ട് തറവാട്. ഏക്കർ കണക്കിന് സ്വത്തും എണ്ണിയാലൊടുങ്ങാത്ത വാഹനങ്ങളും ഒക്കെ സ്വന്തമായുള്ള ആള് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന്റെ തലപ്പൊക്കമായ കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായിരുന്ന R ബാലകൃഷ്ണപിള്ളയും പിള്ളയുടെ മകൻ KV ഗണേഷ് കുമാറും. KV ഗണേഷ് കുമാർ മണ്ഡലത്തിൽ ഇപ്പോഴും യാത്ര ചെയ്യുന്നത് 10-25 വർഷം പഴക്കമുള്ള ഒരു പോളിസ് കാറിലാണ് എന്ന് അഭിമാനത്തോടെ എല്ലാവരും പറയും. പക്ഷെ തിരുവനന്തപുരത്തു നിന്നോ എറണാകുളത്തു നിന്നോ ഒക്കെ ഈ വാളകത്തെ തറവാട്ടിലേക്ക് അങ്ങ് വരുന്നത് ഏതൊക്കെ കാറുകളിലാണ് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. റോൾസ് റോയ്സ് ഓടിച്ചുകൊണ്ടും ബെൻസിന്റെ V-Class വാൻ ഓടിച്ചുകൊണ്ടും ഒക്കെ വരുന്ന KV ഗണേഷ് കുമാറിനെ ഈ കൊട്ടാരക്കാരും പത്തനാപുരത്തുകാരും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ താങ്കൾ എന്തിനാണ്? താങ്കൾക്കാകാം സുരേഷ് ഗോപിക്ക് ആയിക്കൂടെ? സുരേഷ് ഗോപിക്ക് സ്വന്തമായുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സൗഹൃദ വലയത്തിലുള്ള ഒരു കാർ, ആ കാറിന്റെ മുകൾ ഭാഗം തുറക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാറിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പോയാൽ എന്താണ് പ്രശ്നം? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു മിനി കൂപ്പറിൽ കയറി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ യാത്ര ചെയ്ത ഒരു കഥ നമുക്കറിയാം. ഏറെ വിവാദമായ ഒരു കഥ. അത് കാറായിരുന്നില്ല വിവാദം, കാറിന്റെ ഉടമയായിരുന്നു വിവാദത്തിന് കാരണമായി മാറിയത്. KV ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പൂർവ്വകാലമെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് സംസാരിച്ചു പോകുന്ന ഒരു നേതാവിനെ നമുക്ക് കാണുവാൻ കഴിയാം. ആവാം UDF-നെയും കോൺഗ്രസിനെയും ഒക്കെ കുറ്റം പറയാം, കാരണം നിങ്ങളിപ്പോൾ ഇടതുപക്ഷത്താണ്, ഇടതുപക്ഷത്തിന്റെ MLA ആണ്, ഇടതുപക്ഷത്തിന്റെ മന്ത്രിയാണ്. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നില്ലേ പ്രിയങ്കരനായ KV ഗണേഷ് കുമാർ? എന്തേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? എത്ര കോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ് KV ഗണേഷ് കുമാർ? ആ KV ഗണേഷ് കുമാറിനെ മത്സരിക്കാമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള രാജീവ് ചന്ദ്രശേഖരനും അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപിക്കുമൊക്കെ എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ? രാജീവ് ചന്ദ്രശേഖർ നിലവിൽ രാജ്യസഭാ അംഗമാണ്, അദ്ദേഹം മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം ഒരു വലിയ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. അത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇതൊന്നും മറച്ചു വെച്ചുകൊണ്ട് ഞാൻ പട്ടിണി പാവമാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഇവരാരും വന്ന് മത്സരിക്കാൻ നിൽക്കുന്നത്. 3.5 കോടി രൂപയുടെ കാറിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി പോയതിനെ വിമർശിക്കാൻ എന്ത് അവകാശമാണ് KV ഗണേഷ് കുമാറിനുള്ളത്? ഒരവകാശവും ഇല്ല എന്ന് പറയാം. അണികളെ കയ്യിലെടുക്കാൻ, മുന്നിലിരിക്കുന്നവർക്ക് കൈയടിക്കാനൊക്കെ വേണ്ടി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദികളിൽ പ്രസംഗിച്ച് തള്ളുന്നുണ്ട് KV ഗണേഷ് കുമാർ. ഈ പറയപ്പെടുന്ന KV ഗണേഷ് കുമാർ ഒരിക്കൽ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മീനില്ലാതെ മീൻകറി വെക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന്, UDF-കാരെന്ന്. അതിനു മുമ്പ് പത്തനാപുരത്ത് UDF-ന്റെ MLA ആയിരിക്കുമ്പോഴാണ് KV ഗണേഷ് കുമാർ ഇടതുപക്ഷത്തിന്റെ അനിഷേധ്യനായ നേതാവ് CPIM-ന്റെ സ്ഥാപക നേതാവ് VS അച്യുതാനന്ദന് കാമപ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചത്. ഇത്തരത്തിൽ അച്ഛൻ ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള കേസ് വരെ വന്നിട്ടുള്ള ആളാണ് ഈ പറയപ്പെടുന്ന R ബാലകൃഷ്ണപിള്ള സാർ. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടായിരുന്നു. ഇത് തനിക്കെന്തുമാകാം, മറ്റുള്ളവർ ഒന്നും ആയിക്കൂടാ എന്ന തരത്തിലാണ് KV ഗണേഷ് കുമാറിന്റെ സംസാരം. അത് വിമർശനാതീതമൊന്നുമല്ല മിസ്റ്റർ KV ഗണേഷ് കുമാർ. ബഹുമാനായ മന്ത്രിയോടൊന്ന് പറയട്ടെ, അണികളെ കയ്യിലെടുക്കാൻ, തങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ എന്തും പറയാം. പക്ഷെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഞാൻ അങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്? ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. KV ഗണേഷ് കുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ, അല്ലെങ്കിൽ KV ഗണേഷ് കുമാർ എന്ന് പറയുന്ന കീഴൂട്ട് വീട്ടിൽ രാമൻപിള്ള മകൻ, ബാലകൃഷ്ണപിള്ള മകൻ KV ഗണേഷ് കുമാർ. കീഴൂട്ട് തറവാട് എന്ന് പറയുന്നത് കൊട്ടാരക്കര മേഖലയിലെ പ്രതാപമുള്ള തലയെടുപ്പുള്ള തറവാടാണ്. തറവാട്ടിൽ ആനകൾ, ഏക്കർ കണക്കിന് കൃഷിത്തോട്ടങ്ങൾ, സ്കൂളുകൾ, ഹോട്ടലുകൾ, അങ്ങനെ ഒട്ടനവധി സ്വത്ത് വിവരങ്ങളുണ്ട്. ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം അതിന്റെ സിംഹഭാവകവും ലഭിച്ചത് KV ഗണേഷ് കുമാറിനാണ്. ഇതുകൂടാതെ രാഷ്ട്രീയത്തിലൂടെയും സിനിമയിലൂടെയും അങ്ങ് സമ്പാദിച്ചവ ബാക്കിയുമുണ്ട്. ഇതെല്ലാം സ്വന്തം കയ്യിൽ വെച്ചിട്ട് തനിക്കത് മത്സരിക്കാം, തനിക്കതിനു വേണ്ടി പണമിറക്കാം,
തനിക്ക് മണ്ഡലത്തിലേക്ക് ഈ പറയപ്പെടുന്ന 25 വർഷം പഴക്കമുള്ള കോളിസ് കാറിൽ പോകുമ്പോഴും ആ കോളിസ് കാർ കയറുന്നതിന് മുമ്പ് താങ്കൾ ഏത് വാഹനത്തിനാണ് വന്നിറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയേണ്ടി വരും. നിലവിൽ കേരളത്തിലുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിദാനം ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും MLA-മാരിൽ സ്വന്തമായി ക്യാരവാനുള്ള, ആ ക്യാരവാനിൽ യാത്ര ചെയ്യുന്ന ഒരേയൊരു MLA KB ഗണേഷ് കുമാർ ആയിരിക്കും. സിനിമാ നടനായതുകൊണ്ട് വാങ്ങിയിട്ടതാണെന്ന് പറയാം. പക്ഷേ MLA-ഓട് വെച്ച ക്യാരവാൻ ഈ പറയപ്പെടുന്ന പത്തനാപുരത്തിന്റെ മലയോര മേഖലകളിലൂടെ പോകുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ MLA, മിസ്റ്റർ മിനിസ്റ്റർ, വിമർശനമാകാം, ആരെയും വിമർശിക്കാം. പക്ഷെ വിമർശിക്കുവാനുള്ള യോഗ്യത നമ്മൾക്കുണ്ടോ എന്ന് സ്വയം വിലയിരുത്തിയതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പോകാവൂ. അല്ലെങ്കിൽ നിങ്ങളും വിമർശനത്തിന് അതീതരല്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും.